ടുഡേ സെപ്റ്റംബർ 15, 2025. കൃത്യം ഒരു വർഷം മുമ്പ് സെപ്റ്റംബർ 15, 2024 ഞാൻ ഐസക്കിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. സോ ദിസ് ഡേ ഈസ് റിയലി സ്പെഷ്യൽ ടു മീ, വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ എനിക്ക് വേറെ ഏത് ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഡേ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ആൻഡ് ഫൈനലി ദ ഡേ ഈസ് ഹിയർ. അപ്പോൾ നമുക്ക് ഇന്ന് വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യാം, ഐസക്കിനെ സർപ്രൈസ് ചെയ്യാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഐസക്ക് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. ആൻഡ് ഓൾസോ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും ഇതിലുള്ള സാധനങ്ങൾ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എന്തായാലും എയറൊക്കെ ഫില്ല് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ, ഇത് ഹാർട്ടാണ്. ഇതുപോലെ കുറച്ച് ഇത് നമുക്ക് എന്നിട്ട് ഇത് ഇടാം കേട്ടോ. ഇതിങ്ങനെയാവും, ഇത് ഹാർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചധികം ഹാർട്ടുണ്ട്. ടാക്കോന് ഞാനിവിടെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ, അതാണ് വരാത്തത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് ഇതെല്ലാം കുത്തിപ്പൊട്ടിക്കും. ടാക്കോ അല്ല, ക്രിഷ്, സോറി, ടാക്കോടെ വരെ എപ്പോഴും വരുള്ളൂ. സോഫാർ നമ്മൾ ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഒരുപാട് ചെയ്യാനുണ്ട് കേട്ടോ. ഊതി ടയേർഡായിപ്പോയി. സാരമല്ല, അത് ഇത്ര ഊതി വീർപ്പിക്കുക. എന്നാലും നമ്മൾ ചെയ്തു. ഇനി ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ടുള്ളത് സംഭവങ്ങളും കൂടി ചെയ്യാനുണ്ട്. വിചാരിക്കുന്ന ഹാപ്പി ആനിവേഴ്സറി എന്ന് ഇവിടെ എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ ഇതിൻ്റെ റൂം ടൂറ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ എല്ലാ ഹോൾസിലും നമുക്ക് അത്യാവശ്യം സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇല്ലാത്ത സ്ഥലങ്ങളില്ല. പിന്നെ ഇവിടെയാണ് ഇച്ചിരി 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂന്നെങ്കിലും വെക്കാം. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി എന്ന് നമുക്ക് ഇവിടെ തൂക്കാം. നമ്മുടെ ഹാപ്പി ആനിവേഴ്സറി ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ക്യാമിൽ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് മിറേർഡായിട്ടേ കാണുള്ളൂ. ഇതിനൊപ്പം കിട്ടിയ പെറ്റൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പെറ്റൽസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇടാം. അപ്പോൾ ഐസക്ക് വരാറായി. നമ്മുടെ ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ ഡ്രസ്സാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഇട്ടത് ഐസക്കിനെ കാണാൻ പോയപ്പോഴാണ്, കഴിഞ്ഞ വർഷം. അതൊക്കെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഞാനത് അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഇന്ന് ഞാൻ ഇതാണ് ഇടാൻ പോകുന്നത്. അത് കഷ്ട. പൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ സംഗതി. എന്താ സോപ്പാ? അതാണ് നിനക്ക് ഇത്രയും കണ്ടതില് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിട്ടുണ്ട്. എന്റെ അമ്മു, ഇതൊക്കെ നീ കയറി ഒട്ടിച്ചാ? എത്ര നേരം ഒന്ന് ഫുൾ ഇതായിരുന്നു പരിപാടി. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സക്കുറു. അമ്പോ, you are the best thing I ever found on internet. Super. Love you. എന്ത് മെഴുതിരിയൊക്കെ ഉണ്ടല്ലോ. ഓ, ക്യൂട്ട്. കളറൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ. എന്താണിത്? ഓ, നമ്മുടെ ഫോട്ടോസ് വെച്ചാ പ്ലേയിങ് കാർഡ്സ്. ചീട്ട്. ഓ, ഇനിയിപ്പോ രാത്രി ചീട്ടും കളിക്കാൻ പൊളിയായിട്ടുണ്ട്. ഓ, ഇതിന്റെ അകത്ത് വേറെ ഫോട്ടോ ഉണ്ടാ? അമ്പോ, സൂപ്പർ ആയിട്ടുണ്ട്.
ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. എല്ലാത്തിനും ഡിഫറെന്റ് ഫോട്ടോ വന്നിട്ടുണ്ട്. ഇത് കൊറേ ടൈം എടുത്ത് കാണുമല്ലോ സെറ്റ് ചെയ്ത്, ഫോട്ടോസ് സെറ്റ് ചെയ്ത്. അടിപൊളിയായിട്ടുണ്ട്. ഇതും ചെയ്യണം. അതെന്താ ഇതൊക്കെ? ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നു ഇങ്ങനത്തെ ഒരു സംഭവം. ഇത് ഹാൻഡ് പ്രിന്റിന്റെയും നിന്റെയും കൃഷിന്റെ. ഓ, ചെയ്യാനുള്ള അത് നമുക്ക് ചെയ്യണം. ഓ, പേപ്പർ ഇങ്ങനെ വെച്ചാ ഇതാണ് പേപ്പർ. അതിന്റെ ഒപ്പമുള്ള പോളി കളറും ഉണ്ട്. സൂപ്പർ ആണല്ലോ. ഇത് സമ്മതിച്ചു നിന്നെ, ഇത്ര എഫേർട്ട് എടുത്തതിന്. കൊറേ മൊബൈൽ. ഇതെന്താ? 1 year of us. നല്ല രസമുണ്ട്. എടുക്കണം, എങ്ങനെയാണെന്ന് നോക്കാം. എന്തിനാ പുറത്തെടുക്കണം? ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ മതി. കവർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 1 year together. ഈ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ അറിയില്ല, 4 ദിവസം കൂടി കഴിയുമ്പോ ഫസ്റ്റ് വെഡിങ് ആണ്. അയ്യോ, ഹാർട്ട് മുറിക്കല്ലേ. ഇവിടെ മുറിച്ചോ? ഹാപ്പി 1 year. അങ്ങനെ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ടോർച്ച് ടവറിലേക്ക് പോവാണ്ടോ. അവിടുത്തെ റൊട്ടേറ്റിംഗ് റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. ദോഹാസ് ഒള്ളി റൊട്ടേറ്റിംഗ് റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് ടോർച്ച് ടവർ. ഇത് ഖത്തർ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ. ടോർച്ച് ടവർ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ടോർച്ച് ടവർ. ഐസക്ക് ഓൾറെഡി വിളിച്ച് ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് റിസർവ് ചെയ്യണം കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഡെക്കറേറ്റും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നല്ല രീതിക്ക് തന്നെ ഒരു മിനിമൽ ആയിട്ട് എന്നാൽ ഒരു ആനിവേഴ്സറി റെഡ് തീമിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസക്ക് പുറത്തുനിന്ന് കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കേക്ക് പുറത്തുനിന്ന് നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് ഇവിടുന്ന് കഴിക്കാൻ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്തില്ല. കേക്ക് നമ്മളിവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചത്. അഗാണ് ഈ കാണുന്നത്. ഇതാണ് ഈ സംഭവമാണ്. ഈ ബെൽറ്റാണ് റൊട്ടേറ്റ്, ഈ സംഭവമാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ദോഹ വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റേഡിയം ഒക്കെ കാണാം. സ്റ്റേഡിയത്തിൻ്റെ അകമൊക്കെ കാണാം. നീങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 360 റെസ്റ്റോറൻറ്റിലാണ്. ഇത് സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ടോർച്ച് ടവറിൻ്റെ 47th ഫ്ലോറിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ വരാൻ കാരണം ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഐസക്ക് സർപ്രൈസ് ആയിട്ട് ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കേക്കും ഡെക്കാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത അറിയാത്തവർക്ക് ഇത് 360 റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് റൊട്ടേറ്റിംഗ്. ഇതിൻ്റെ ഈ ഒരു ബെൽറ്റാണ്, താഴെ കാണുന്ന ഈ ഒരു ബെൽറ്റാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഫുള്ള് ഗ്ലാസ് ആണ്. ദോഹയുടെ വ്യൂ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു സ്റ്റേഡിയമാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തെ സൈഡിൽ വരും. അപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ വന്നിട്ടുണ്ട്, സ്റ്റാർട്ടേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. 360 സ്പെഷ്യൽ ഡ്രിങ്കാണ്. മിക്സ് ബെറീസ് ആണെന്ന് തോന്നുന്നത്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ കുടിച്ചോക്കാം. അടിപൊളി. വേറെ എന്തൊക്കെയോ ടേസ്റ്റ് കൂടി കയറി വരുന്നുണ്ട്. പക്ഷെ അത് കൊള്ളാം, വെറൈറ്റി ആയിട്ടാണ്. കൊള്ളാം. ഇത് ഇച്ചിരി കൂടി തിക്കാണ്. നല്ലതുണ്ട്, രണ്ടും നല്ലതുണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഫുഡിന് വേണ്ടിയല്ല കേട്ടോ. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഇത് ഖത്തർസ് ഒള്ളി റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ടുള്ള ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ മെനുവിലുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന നേരത്തെ ഡിന്നർ ഡേറ്റ് നൈറ്റ് പോലെയൊക്കെ നമ്മൾ വരാണെങ്കിൽ നല്ലതാണ്. ബിക്കോസ് അധികം ആൾക്കാരൊന്നുമില്ല. നമുക്കിങ്ങനെ സംസാരിച്ച് അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് വ്യൂ ആയിരിക്കും ഓരോ സമയത്ത് നമുക്ക് കാണുന്നത്. ഈ ഗ്ലാസ്സിൽ കൂടി മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്.
തിരിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാണ്. ഇതിപ്പോൾ ഐസക്ക് കൊണ്ടുവന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര സെറ്റപ്പൊക്കെയാണ്. ഗ്ലാസ്സിലൊക്കെ ആണല്ലോ ഐസ് കേക്ക്. ഓ ഫുൾ അടിപൊളിയാണ്. ഇതിങ്ങനെ നല്ല റോസ് ഫുള്ള് ഇതിങ്ങനെ ഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഇത് കേക്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു കേക്ക് കാണുന്നത്. ഫ്രഷ് ഫ്ലവേഴ്സ് ഇതിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ കേക്ക് ഇതിൽ ഫുള്ള് റോസിൻ്റെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിങ്ങനെ രസമുണ്ട്. ഉണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ലാസ്റ്റ് കേക്കാണ് നമ്മുടെ ആനിവേഴ്സറി കേക്ക്. ഇങ്ങനെയോ? ഓ അപ്പൊ ഐസ് സ്വന്തം കഴിച്ചിരുന്നാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കാരണം ബ്ലൂബെറിയുടെ പൾപ്പ് അങ്ങനെ കേക്കിനകത്തുണ്ട്. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഹാൻഡ് പ്രിന്റ് ചെയ്യാനായിട്ട് സംഭവങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് അതും കൂടി ഇനി ചെയ്യാൻ ബാക്കിയുണ്ട്. അത് ചെയ്യാം. ഡ്രസ്സ് മാറിയിട്ട് ചെയ്താലോ, മേത്ത് മൊത്തം ആയാലോ. കാരണം കൃഷി നമ്മളൊപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ അത് ചെയ്ത് നമ്മുടെ മേത്തേക്ക് വന്ന് ഇൻ കേസ് വന്നാലോ എന്ന് ഓർത്തിട്ട് നമുക്ക് എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് അത് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ ഹാൻഡ് പ്രിൻറ്റ്സ് ചെയ്യാൻ പോകണം. അപ്പോൾ എൻ്റെ ഐസക്കിനെയും ക്രിസ്റ്റിൻ്റെ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രെയിം കൂടി ഇരിപ്പുണ്ട്. ഫ്രെയിം നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഐസക്ക് റെഡ് കളറാണ് ചെയ്യാൻ പോകുന്നത്. ഐസക്ക് റെഡാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ യെല്ലോ ചെയ്യും. കൃഷ്ണനെ കൊണ്ടൊന്നെങ്കിൽ ബ്ലൂവോ വൈറ്റോ ചെയ്യിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെയ്യാം. മമ്മിയുടെ കളർ തന്നെ ഉപയോഗിക്കാം. മമ്മിയുടെ കുഞ്ഞു കൈ കൊണ്ട് രണ്ടെണ്ണം ബാക്കി വരും. 2 കൈക്ക് മമ്മിയുടെ 2 കൈ ചെയ്തിട്ട് നിന്റെ കയ്യിലും ചെയ്യും. 2 പേരല് മാത്രമാണ് വലുതായിട്ടുള്ളത്. ചേട്ടാ എനിക്ക് തോന്നണ കൈ അതിന്ന് പോരുമെന്ന്. യെസ്, ബ്രഷ് ഇട്ടപ്പോ തന്നെ കൈ നിറഞ്ഞ്. എനിക്കിവിടെ ഒരു 15 മിനിറ്റ് എടുത്ത്. നല്ല ആൾക്കാരുടെ അങ്ങനെ. ഇത് കുഞ്ഞാപ്പി കയ്യാളാ. നിന്റെ അപ്പുറത്തായിക്കും കൂടെ ഉള്ള ബാക്കിയുണ്ട് അതിനകത്ത്. കൈയുടെ അപ്പുറത്തും കൂടെ അടിച്ചോ? എന്തായാലും ബാക്കിയുണ്ട് കുറച്ച് മുഖത്തും. എങ്ങനെ നോക്കിയാ പോണേ? എന്റെ കൈ വിരലുകളില്ലേ, അതിന്റെ ഗ്യാപ്പുകൾ നോക്കി വെക്കണം. ആ അനക്കല്ലേ? ആ ഇവന്റെ മേത്താവൂല്ലല്ലോ. ഇല്ലല്ലോ. അതെ അതെ, അടുത്ത വരുന്നുണ്ട്. അത് ഞങ്ങൾ ഹാൻഡ് പ്രിൻറ്റ്സ് ഒക്കെ ചെയ്തു. ഇതിൽ ഫ്രെയിം ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ അണിക്കുന്ന ആ പച്ച കളറിലെ പെയിൻ്റൊക്കെ ഐസൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ആനിവേഴ്സറി ഡേ വിശേഷങ്ങളൊക്കെ. ഇനി കൂടുതൽ ഖത്തർ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വ്ളോഗിൽ വരാം. അപ്പോൾ അതുവരേക്കും ബൈ.